നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ മേഖലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ സന്യസ്തരെ അന്യായമായി തുറങ്കലിലടച്ച് എന്നാരോപിച്ച് ചാലക്കുടി സെന്റ് മേരീസ് ഫോറോനപ്പള്ളി കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ടൗൺ ചുറ്റി പന്തംകുളത്തി പ്രകടനം നടത്തി. നാഷണൽ ഹൈവേയിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട ഗതാഗത തടസ്സങ്ങൾ ഉടൻ പരിഹരിക്കണമെന്ന് ചാലക്കുടി മർച്ചന്റ് അസോസിയേഷന്റെയും യൂത്ത് വിങ്ങിന്റെയും സംയുക്ത പൊതുയോഗം അധികാരികളോട് ആവശ്യപ്പെട്ടു. രാഷ്ട്രപിതാവിനെ EMS ആക്കി തൃശൂർ കോർപ്പറേഷൻ. കാടുകുറ്റി പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കും വികസന മുരടിപ്പിനുമെതിരെ ബുധനാഴ്ച കാടുകുറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. പരിയാരം പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ. കേരള വിഷന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ നശിപ്പിച്ചു. സംരക്ഷിത വനമേഖലകളിൽ വാണിജ്യ, സിനിമ, TV സീരിയൽ ഷൂട്ടിങ്ങിനുള്ള സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി. വാർത്തകൾ വിശദമായി. കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ മേഖലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, ചാലക്കുടി ഏരിയകളിലെ ജീവനക്കാരെ അണിനിരത്തി ചാലക്കുടി ടൗൺ ഹാൾ പരിസരത്ത് നിന്നും സൗത്ത് ജംഗ്ഷനിലെ ധർണ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AM സുഷമ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C ആനന്ദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KM മഞ്ചേഷ്, KR രേഖ, ജില്ലാ കമ്മിറ്റി അംഗം VI സുധീർ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിലും ധർണയിലും നൂറുകണക്കിന് ജീവനക്കാർ പങ്കെടുത്തു. ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, നവകേരള നിർമ്മിതിയിൽ പങ്കാളികളാകുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, PFRDA നിയമം പിൻവലിക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തുക, വർഗീയതയെ തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും.
പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലെ മാർച്ചും ധർണയും നടത്തുന്നത്. കേരളത്തിൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം, കേരളം ഇന്ന് ആർജിച്ചിട്ടുള്ള സമസ്ത മേഖലയിലും ഉണ്ടായിട്ടുള്ള സാമൂഹ്യ പുരോഗതിക്ക് അടിസ്ഥാനം 1957 EMS സർക്കാർ അടിത്തറയിട്ടിട്ടുള്ള ഭൂപരിഷ്കരണ നിയമം മുതൽ ലോകത്തിനാകെ മാതൃകയായിട്ടുള്ള ഒട്ടേറെ നടപടികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒട്ടേറെ സാമൂഹ്യ പരിഷ്കരണങ്ങൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് സാക്ഷരതാ പ്രസ്ഥാനമായാലും ജനകീയ ആസൂത്രണ പ്രസ്ഥാനമായാലും സൗജന്യവും സാർവത്രികവുമായിട്ടുള്ള വിദ്യാഭ്യാസമായാലും ഇങ്ങനെ സാമൂഹ്യ വിപ്ലവത്തിന് ഉതകുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള സാമൂഹ്യ മാറ്റം ഇവിടെ സൃഷ്ടിക്കുന്നതായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ, നടപടികൾ അന്ന് മുതൽ ആരംഭിച്ചിട്ടുള്ള LDF സർക്കാരുകൾ മാറി മാറി ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിനാകെ മാതൃകയായിട്ടുള്ള മതനിരപേക്ഷയുടെ തുരുത്തായിട്ടുള്ള സർവതല സ്പർശിയായിട്ടുള്ള വികസനം നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നും കേരളം മതനിരപേക്ഷ സംസ്ഥാനമായി തുടരുമ്പോൾ ഇവിടെ ഒരു ജനകീയ ബദൽ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി ഒരു പറ്റം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് പിന്തുണ പകരാനും ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ സന്യസ്തരെ അന്യായമായി തുറങ്കലിലടച്ചെന്നാരോപിച്ച് ചാലക്കുടി സെന്റ് മേരീസ് ഫോറോനപ്പള്ളി കുടുംബ കൂട്ടായ്മയുടെ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ടൗൺ സിറ്റി പന്തംകുളത്തി പ്രകടനം നടത്തി. വികാരി വർഗീസ് പാത്താടൻ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ക്രിസ്റ്റി ചിറ്റകര, ഫാദർ അഖിൽ തണ്ടിയേക്കൽ, കൈക്കാരന്മാർ, ഭക്ത സംഘടനകൾ, ഇടവക ജനങ്ങൾ, ഇടവകാതിർത്തിയിലെ കോൺവെന്റുകളുടെ സന്യസ്തർ, രൂപത കേന്ദ്രസമിതി പ്രസിഡന്റ് എന്നിവർ പങ്കെടുത്തു. സെന്റ് മേരീസ് ഫൊറോന ദേവാലയ മുറ്റത്തു നിന്നും വികാരി വർഗീസ് പാത്താടനച്ചൻ പന്തംകുളത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പ്രകടനം ടൗൺ ചുറ്റി പള്ളിയിൽ സമാപിച്ചു. ഭാരതമണ്ണിൽ സ്നേഹം വിതച്ച കാരുണ്യത്തിൻ മാലാഖമാരെ, അടിച്ചുകീറിയ കാവാലികളെ, ഞങ്ങൾക്കുകളിലുണ്ടെങ്കിൽ അതിന്റെ ചൂടും പ്രചരിപ്പ്, വിശ്വാസത്താൽ ഞങ്ങൾ വിളിക്കും. സ്നേഹം കൊണ്ടൊരു ഐക്യദാർഢ്യം. വിശ്വാസത്താൽ ഞങ്ങൾ വിളിക്കും. കൊണ്ടൊരു ഐക്യദാർഢ്യം. ഞങ്ങളുടെ സിരകളിൽ ഉണ്ടെങ്കിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ കാഷ്വാലിറ്റി ബ്ലോക്കിൽ നിന്നും IP വിഭാഗത്തിലേക്ക് പോകുന്ന ഭാഗത്ത് വിരിച്ച ടൈലുകൾ മാറ്റി പുതിയ ടൈൽ വിരിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു. ഈ പ്രവൃത്തിക്കായി
4.5 ലക്ഷം രൂപയാണ് നഗരസഭ അനുവദിച്ചിട്ടുള്ളത്. 3000 ചതുരശ്ര അടിയിൽ ടൈൽ വിരിക്കുന്ന പ്രവൃത്തി 4 ദിവസത്തിനുള്ളിൽ പൂർത്തിയാവും. ഇവിടെ നേരത്തെ വിരിച്ചിരുന്ന ടൈലുകൾ ഇളകി രോഗികൾക്കും മറ്റും യാത്ര ചെയ്യാൻ പ്രയാസം നേരിടുകയും ചിലർ ഇവിടെ വീണ് അപകടമുണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് നേരത്തെ വിരിച്ചിരുന്ന ടൈലുകൾ മാറ്റി പുതിയ ടൈലുകൾ വിരിക്കാൻ നഗരസഭ തീരുമാനമെടുത്തത്. നാഷണൽ ഹൈവേയിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട ഗതാഗത തടസ്സങ്ങൾ ഉടൻ പരിഹരിക്കണമെന്ന് ചാലക്കുടി മർച്ചന്റ് അസോസിയേഷന്റെയും യൂത്ത് വിങ്ങിന്റെയും സംയുക്ത പൊതുയോഗം അധികാരികളോട് ആവശ്യപ്പെട്ടു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്താടൻ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യാതിഥിയായി. റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുവാനും ഓണക്കാലത്ത് താൽക്കാലിക ലൈസൻസ് നൽകി സീസൺ കച്ചവടങ്ങൾ നടത്തുന്നത് മുനിസിപ്പാലിറ്റി നിർത്തലാക്കണമെന്നുമുള്ള പ്രമേയം വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി അവതരിപ്പിച്ചു. വ്യാപാരത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ ശ്രീലക്ഷ്മി സിൽക്സിന്റെ ഉടമ AK സുഗതനെയും കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത CA ബിജുവിനെയും യോഗത്തിൽ ആദരിച്ചു. ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി, യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിൻഡോ തോമസ്, ട്രഷറർ ഷൈജു പുത്തമ്പുറയ്ക്കൽ, സെക്രട്ടറിമാരായ NA ഗോവിന്ദകുട്ടി, ഡേവിസ് വെളിയത്ത്, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ്, നിയോജകമണ്ഡലം ചെയർമാൻ PV ഫ്രാൻസിസ്, കൺവീനർ PP ശശീധരൻ, ട്രഷറർ C വിനോദ്, സിന്ധു ബാബു, കിരൺ ഷൺമുഖൻ, TB ബിനു, PS പ്രവീൺ കുമാർ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രപിതാവിനെ EMS ആക്കി തൃശൂർ കോർപ്പറേഷൻ. തൃശൂർ പഴയ പട്ടാളം റോഡിലുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലെ ബസ് സ്റ്റോപ്പിന് നേരെ എതിർവശത്ത് തൃശൂർ കോർപ്പറേഷൻ നിർമ്മിച്ച ഭംഗിയുള്ള EMS സ്ക്വയറിലാണ് രാഷ്ട്രപിതാവിനെ EMS ആക്കിയിട്ടുള്ളത്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടിന്റെ പ്രതിമയും മുമ്പിൽ തുറന്ന വേദിയും അദ്ദേഹത്തിന്റെ ജീവിത മുഹൂർത്തങ്ങളുടെ ശില്പരൂപങ്ങളും കാണാം. വളരെ ആകർഷകമായ ഭംഗിയുള്ള മെറ്റൽ ശില്പരൂപങ്ങളാണിവ. ഇതിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച കേരള നേതാക്കളുടെയും ദേശീയ നേതാക്കളുടെയും ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതിൽ ശ്രീനാരായണ ഗുരു, കുമാരനാശൻ, സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി തുടങ്ങിയ നവോത്ഥാന നായകന്മാരുടെ രൂപങ്ങളും കാണാം. കൂടാതെ വൈക്കം മുഹമ്മദ് ബഷീർ, OV വിജയൻ, മാധവിക്കുട്ടി തുടങ്ങിയവരുടെ ചിത്രങ്ങളുമുണ്ട്. ഇതിനു പുറമെ EMS പങ്കെടുത്ത സമരങ്ങളെപ്പറ്റിയും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റു കുറിപ്പുകളും വായിക്കാനാകും. ഇതിൽ മഹാത്മാഗാന്ധിജിയുടെ ഒരു ശില്പം ശ്രദ്ധയിൽപ്പെട്ടു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ മനോഹരമായ ശില്പത്തിനരികിൽ എഴുതി വെച്ചിരിക്കുന്നത് EMS എന്നാണ്. EMS 1932 ജനുവരി 17 ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കടപ്പുറത്ത് വമ്പിച്ച ജനാവലിക്ക് മുമ്പിൽ അറസ്റ്റ് ചെയ്തു, ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്നുകൂടി എഴുതി ചേർത്തിട്ടുണ്ട്. രാഷ്ട്രപിതാവിന്റെ ചിത്രം, ആ ചിത്രത്തിൽ എഴുതിയിരിക്കുന്നത് EMS എന്ന പേരും അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച ചിത്രവും മഹാത്മാഗാന്ധിയുടെ ചിത്രവും EMSന്റെ സമര ചരിത്രവും ഒറ്റനോട്ടത്തിൽ ആർക്കും ഈ ഫലകത്തിലുള്ള സെറ്റ് കാണാനാകും. രണ്ടുപേരെയും കണ്ടിട്ടില്ലാത്ത, അറിയാത്ത വളർന്നു വരുന്ന പുതുതലമുറ ഇത് കാണുമ്പോൾ മഹാത്മാഗാന്ധിയെ EMS ആയി തെറ്റിദ്ധരിക്കപ്പെടും. രാഷ്ട്രപിതാവിനെ EMS എന്ന് വിളിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഏക കോർപ്പറേഷനാകും തൃശൂർ. ഇത് നിർമ്മിക്കാനായി എഴുതി കൊടുത്തവർക്കും ഉദ്ഘാടനം ചെയ്തവർക്കും ഇന്ന് വരെ ആർക്കും ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ ഈ തെറ്റ്? EMS സ്ക്വയറിൽ രൂപങ്ങളും ചിത്രങ്ങളും കാണാനാകാത്ത വിധം പുല്ലും വളർന്നു നിൽപ്പുണ്ട്. ബന്ധപ്പെട്ടവരുടെ ഒരു ശ്രദ്ധ ശില്പരൂപത്തിൽ വന്നിട്ടുള്ള പിശകിൽ തിരുത്തുന്നതിനു വേണ്ടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാടുകുറ്റി പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കും വികസന മുരടിപ്പിനുമെതിരെ ജൂലൈ 30 ബുധനാഴ്ച കാടുകുറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് കാടുകുറ്റിയിലെ കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. കാടുകുറ്റി പഞ്ചായത്ത് ഭരിക്കുന്ന LDF ചാലക്കുടി MLAക്കെതിരെ അപവാദ പ്രചരണം നടത്തുകയാണെന്ന് കാടുകുറ്റിയിലെ കോൺഗ്രസ് ഭാരവാഹികൾ ആരോപിച്ചു. അന്നനാട് കുട്ടംകുളം പദ്ധതി, ടേക്ക് എ ബ്രേക്ക് പദ്ധതി, വെസ്റ്റേൺ കം ഷോപ്പിംഗ് കോംപ്ലക്സ് പദ്ധതികൾ LDF ഭരണസമിതിയുടെ കഴിവുകേടിനാൽ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് അവർ കുറ്റപ്പെടുത്തി. കർഷകർക്ക് കൈത്താങ്ങായിരുന്ന കുലയിടത്തെ ആഴ്ച ചന്ത നിർത്തലാക്കി. കാടുകുറ്റി KCB സബ് എഞ്ചിനീയർ ഓഫീസ് ഇല്ലാതാക്കി. കഴിഞ്ഞ 4 വർഷത്തിൽ പദ്ധതി നടത്തിപ്പിനായി ലഭിച്ച 14 കോടിയിൽ കേവലം
7 കോടി രൂപ മാത്രമാണ് ചെലവഴിക്കപ്പെട്ടത്. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിനും പരിപാലനത്തിനുമായി ലഭിച്ച കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയെന്നും ഇവർ ആരോപിച്ചു. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ MLAക്ക് ലഭിച്ച 20 കോടിയിൽ കാടുകുറ്റിക്കായി 2.2 കോടി അനുവദിച്ചുവെന്നും കോൺഗ്രസ് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് ഐ കണ്ണത്ത, പാർലമെന്ററി പാർട്ടി ലീഡർ മോളി തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ ഡെയ്സി ഫ്രാൻസിസ്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ജീജ സെബാസ്റ്റ്യൻ, KC മനോജ്, ലിജി അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഇടതുമുന്നണി ഭരിക്കുന്ന കാടുകുറ്റി പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പുരോഗതിയുടെ മാനദണ്ഡം അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഒരു 10 പതിറ്റാണ്ട് പിന്നിലേക്ക് പോയിരിക്കുകയാണ്. ജനോപകാരപ്രദമായ ഒരു നൂതന പദ്ധതിയും ആവിഷ്കരിക്കാനോ നടപ്പിലാക്കാനോ LDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. 4 വർഷം കൊണ്ട് 7 കോടി രൂപയാണ് ബഡ്ജറ്റ് വിഹിതമായി അനുവദിച്ച ഫണ്ട് പഞ്ചായത്ത് ഭരണസമിതി ഉദാസീനത കൊണ്ട് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രാമീണ റോഡ് നിർമ്മാണത്തിനും പരിപാലനത്തിനും ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും സാമ്പത്തിക വർഷം പിന്നിടുമ്പോൾ നഷ്ടപ്പെടുത്തിയത്. അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയിൽ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി. ഓരോ വർഷവും അനുവദിക്കുന്ന ഫണ്ട് കൃത്യമായി ഫണ്ട് ചെലവഴിക്കാതെ ലാപ്സാക്കുന്ന പ്രവണതയാണ് ഈ 5 വർഷവും തുടർന്ന് പോന്നിട്ടുള്ളത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിൽ ഏറെ പിന്നിലാണ്. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി നമുക്ക് ചെലവഴിക്കാൻ സാധിക്കും. എന്നാൽ കൃത്യമായ ഇടപെടലില്ലാതെ പദ്ധതികൾ ആവിഷ്കരിക്കാതെ പല വർക്കുകളും നടക്കാത്ത അവസ്ഥയിലാണ്. മാലിന്യമുക്തമാണ് ഇപ്പോൾ പഞ്ചായത്ത് ഏറെ കൊട്ടിക്കൊഴിച്ചിട്ടുള്ളത്. മാലിന്യമുക്തം ആക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ നിർബന്ധിത പ്രോജക്റ്റാണ്, മാൻഡേറ്ററി പ്രോജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര ശതമാനം മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി ഫണ്ട് ചെലവഴിച്ചാൽ മാത്രമാണ് DPC പദ്ധതികളുടെ അംഗീകാരം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് അതെല്ലാ പഞ്ചായത്തിലും നടന്നുകൊണ്ടിരിക്കുക സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം. ഇത്ര നാൾ പറയുമ്പോഴും ഒരു CCTV പോലും സ്ഥാപിക്കാനായിട്ട് പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട MCF അന്നനാട് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. അന്ന് തന്നെ ഇതിൻ്റെ വെരിഫിക്കേഷൻ വന്നപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞു CCTV നിർബന്ധമായിട്ടും ഈ MCFൽ വേണം. കാരണം 16 വാർഡിൽ നിന്നുള്ള മാലിന്യം ശേഖരിക്കുന്ന അവിടെ ആയതുകൊണ്ട് നിർബന്ധിതമാണ് അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ ഒരു CCTV സ്ഥാപിക്കാൻ പോലും സാധിച്ചിട്ടില്ല. പിന്നെ കളിസ്ഥലമാണ് ഇപ്പോൾ ഏറെ കൊട്ടിഘോഷിക്കുന്നത്. പഞ്ചായത്തിൻ്റെ 1 രൂപ പോലും ചെലവഴിച്ച് കളിസ്ഥലം വാങ്ങിയിട്ടില്ല. ജനകീയ പങ്കാളിത്തത്തോടുകൂടി ജനങ്ങളുടെ ഫണ്ട്, ജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ച് കമ്പനിയിൽ നിന്ന് CSR ഫണ്ട് ലഭിച്ച് അങ്ങനെ എല്ലാവരിൽ നിന്നും, എല്ലാ സംഘടനകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ശേഖരിച്ചു കൊണ്ടാണ് 50 സെന്റ് സ്ഥലം വാങ്ങിയത്. 90 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ലോൺ എടുക്കാൻ ഗവൺമെന്റിലേക്ക് കൊടുക്കുകയും ആ ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് SSLC ഹയർ സെക്കൻഡറി സ്റ്റേറ്റ്, CBSE, ICSE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ അങ്കമാലി നിയോജകമണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ റോജി എം ജോൺ MLA അനുമോദിച്ചു. അങ്കമാലി വിശ്വജ്യോതി പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് പ്രശസ്ത സിനിമാ താരവും തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജി പണിക്കർ ഉദ്ഘാടനം ചെയ്തു. റോജി എം ജോൺ MLA അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായി. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചി ത്രേസ്യ തങ്കച്ചൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നേതാക്കന്മാർ എന്നിവർ പങ്കെടുത്തു. അങ്കമാലി മണ്ഡലത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് യൂണിവേഴ്സിറ്റി, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ചവർ, കായിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചവർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. 10ാം ക്ലാസ്സിലും ഹയർ സെക്കൻഡറിക്കും 100% വിജയം കൈവരിച്ച സ്കൂളുകൾക്കും പുരസ്കാരം നൽകി. അപ്പോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഭാവി എങ്ങനെ ഷേപ്പ് ചെയ്യാം, എങ്ങനെ കരുപിടിപ്പിക്കാം, എങ്ങനെ രൂപപ്പെടുത്താമെന്ന് ഒന്നും പറയാനുള്ള യോഗ്യത എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ വേദിയിൽ
ഇവിടെയുള്ള മുതിർന്ന ആളുകളെക്കാളൊക്കെ ഇൻഫോംഡ് ആണ് നിങ്ങൾ. ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ജീവിത പരിചയം കൂട്ടിവെച്ചാൽ സമ്പാദിക്കാനാവാത്തതിലധികം ഇൻഫർമേഷൻ നിങ്ങളുടെ തലച്ചോറുകളിൽ ഓൾറെഡി ഈ ചെറിയ പ്രായത്തിൽ തന്നെ ശേഖരിച്ചു കഴിഞ്ഞവരുമാണ്. നമ്മുടെ പഴയ കാലത്തെയും പഴയ തലമുറയെയും താരതമ്യം ചെയ്ത് റോജി പറയുന്നത് ഞാൻ കേട്ടു, ഇടയ്ക്ക് ഞാൻ കേൾക്കുന്നുണ്ട്. പഴയ ആളുകൾ എപ്പോഴും പറയും ഞങ്ങളുടെ തലമുറയായിരുന്നു മികച്ചത്, ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒന്നുമില്ല. പഴയ തലമുറ എന്ന് പറയുന്നത് സത്യത്തിൽ വലിയ ദാരിദ്ര്യങ്ങളിലും വലിയ കഷ്ടപ്പാടുകളിലുമൊക്കെ ജീവിച്ച് ജീവിതത്തിന്റെ ഏറ്റവും സുരക്ഷിതവും മനോഹരവുമായ കാലഘട്ടം ജീവിക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ട് ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു പോയതാണ്. പരിയാരം പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ. കേരള വിഷന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ നശിപ്പിച്ചു. മുനിപ്പാറയിലാണ് ഒപ്റ്റിക്കൽ കേബിളുകൾ നശിപ്പിച്ചത്. കെട്ടിടങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഭീഷണിയായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനിടെയാണ് കേബിളുകൾ നശിപ്പിച്ചിട്ടുള്ളത്. മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനായി KFCB അധികൃതരെ സമീപിച്ച് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിന് ശേഷമാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചത്. കേബിൾ TV ഓപ്പറേറ്ററെ മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ കേബിളുകൾ ഊരിമാറ്റി മരം മുറിക്കാൻ സൗകര്യം ഒരുക്കുമായിരുന്നു. കേബിളുകൾ നശിപ്പിച്ചതിനെ തുടർന്ന് വൻ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതിനു പുറമെ മേഖലയിൽ ഇന്റർനെറ്റ് കണക്ഷനും കേബിൾ TV സിഗ്നലുകളും തടസ്സപ്പെട്ടു. അങ്കമാലി അർബൻ സഹകരണ സംഘം കൊള്ളയ്ക്കെതിരെ BJP മൂന്നാംഘട്ട പ്രക്ഷോഭം ആരംഭിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ സ്വത്ത് കണ്ടുകെട്ടി നിക്ഷേപകർക്ക് തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് സംഘം ഓഫീസിന് മുന്നിൽ BJP പ്രവർത്തകർ ശയന പ്രദക്ഷിണം നടത്തി. N മനോജ്, അഡ്വക്കേറ്റ് VN സുഭാഷ്, KV രഘു, സന്ദീപ് ശങ്കർ എന്നിവരാണ് റോഡിൽ ശയന പ്രദക്ഷിണം നടത്തിയത്. KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ പാറക്കടവ് അധ്യക്ഷനായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് ശ്രീമാൻ രാഹുൽ സമാപന സമ്മേളനം ജാഥ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് അങ്കമാലി അർബൻ സഹകരണ സംഘം ഓഫീസിന് മുന്നിലെത്തിച്ചേരുമ്പോൾ കോടിയോളം രൂപയുടെ സഹകരണ കൊള്ളക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന
സംരക്ഷിത വനമേഖലകളിൽ വാണിജ്യ, സിനിമ, TV സീരിയൽ ഷൂട്ടിങ്ങിനുള്ള സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി. ദേശീയ പാർക്കുകൾ, വന്യജീവി സങ്കേതങ്ങൾ, കടുവ സങ്കേതങ്ങൾ എന്നിവിടങ്ങളിൽ വാണിജ്യ, സിനിമ, സീരിയലുകൾ ചിത്രീകരിക്കാൻ അനുമതി നൽകിയ 2013 സംസ്ഥാന സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കിയത്. പുതിയ നിർദ്ദേശങ്ങൾ 4 ആഴ്ചയ്ക്കകം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു. ഭാവിയിൽ ഇത്തരം ചിത്രീകരണങ്ങൾ അനുവദിച്ചുകൊണ്ട് ഭേദഗതി കൊണ്ടുവരികയോ നിയമനിർമ്മാണം നടത്തുകയോ ചെയ്താൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കുമെന്നും കോടതി പറഞ്ഞു. 2019 മലയാള സിനിമയായ ഉണ്ടയുടെ ചിത്രീകരണത്തിന് കാസർഗോഡ് കാറടുക്ക വനമേഖല ഷൂട്ടിങ്ങിനായി വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് കോടതി ഉത്തരവിലേക്ക് നയിച്ചത്. ഷൂട്ടിംഗ് സംഘം കാറടുക്ക റിസർവ് വനമേഖലയിൽ വലിയ തോതിൽ ചുവന്ന മണ്ണ് എത്തിച്ച് റോഡ് ഉണ്ടാക്കുകയും സെറ്റുകൾക്ക് വേണ്ടി നിർമ്മാണ പ്രവർത്തനം നടത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് പെരുമ്പാവൂർ കേന്ദ്രമായ ആനിമൽ ലീഗൽ ഫോഴ്സ് ഇന്റഗ്രേഷൻ എന്ന സംഘടന ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കോടതി ഇടപെടൽ. KSRTCക്ക് പെൻഷൻ വിതരണത്തിന് 71.21 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഈ മാസത്തെ സാമ്പത്തിക സഹായത്തിന്റെ ഒരു ഗഡു 20 കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. ഈ സർക്കാരിന്റെ കാലത്ത് 6614.21 കോടി രൂപയാണ് KSRTCക്ക് സർക്കാർ സഹായമായി ലഭിച്ചതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ 900 കോടി രൂപയാണ് കോർപ്പറേഷനുള്ള വകയിരുത്തൽ. ഇതിൽ 479.21 കോടി രൂപ ഇതിനകം ലഭ്യമാക്കിയതായി ധനകാര്യമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ അനുവദിച്ചിരുന്ന 900 കോടി രൂപയ്ക്ക് പുറമെ 676 കോടി രൂപ അധികമായി കോർപ്പറേഷന് സർക്കാർ സഹായമായി ലഭിച്ചിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 4963 കോടി രൂപ സഹായമായി അനുവദിച്ചിരുന്നു. 1ഉം 2ഉം പിണറായി സർക്കാരുകൾ ആകെ 11,597.21 കോടി KSRTCക്ക് സഹായമായി നൽകിയതായും ബാലഗോപാൽ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. പവന് 80 രൂപ കുറഞ്ഞ ഒരു പവൻ സ്വർണത്തിന്റെ വില 73,200 രൂപയായി. ഗ്രാമിന് 10 രൂപയാണ് കുറഞ്ഞത്. 9,150 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ബുധനാഴ്ച 75,000 കടന്നു കുതിച്ച റെക്കോർഡിട്ട സ്വർണ്ണവില തുടർന്നുള്ള ദിവസങ്ങളിൽ കുറയുന്നതാണ് ദൃശ്യമായത്. 3 ദിവസത്തിനിടെ 1,700 രൂപയിൽ പരമാണ് കുറഞ്ഞത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 72,160 രൂപയായിരുന്നു 1 പവൻ സ്വർണത്തിന്റെ വില. 9-ന് 72,000 രൂപയായി താഴ്ന്ന് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ എത്തിയിരുന്നു. പിന്നീട് വില ഉയർന്ന് റെക്കോർഡ് നിലവാരത്തിൽ എത്തിയ ശേഷമാണ് വില കുറയാൻ തുടങ്ങിയത്. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ചാലക്കുടി സെക്കൻഡ് ഹാൻഡ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ കലോത്സവം ഫ്യൂഗോ 2K25 എന്ന പേരിൽ സംഘടിപ്പിച്ചു. മിമിക്രി, ചാക്യാർകൂത്ത്, നാടൻപാട്ട് കലാകാരനായി പ്രദീപ് പൂലാനെ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. PT പ്രസിഡന്റ് ലിജോ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ ജോസ്ലിൻ, അധ്യാപക പ്രതിനിധികളായ ലിറ്റി ആന്റണി, സുമി ഡേവിസ്, വിദ്യാർത്ഥി പ്രതിനിധികളായ എലീന കെ ഷിബു, സ്നേഹ ജിജോ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി. അപ്പോൾ ഇത് എന്തായാലും ഇതിലേക്ക് കുറച്ച് ഗിഫ്റ്റ് ഇടാൻ നമുക്ക് അല്ലേ? ആ ഗിഫ്റ്റ് ഇടാനായിട്ട് ബഹുമാനപ്പെട്ട HM തന്നെ സ്നേഹിക്കുന്നു. ഇത്രയും കൈയടി HM-ന്. പശ തേച്ചിട്ടുണ്ടല്ലോ. ആരാ പശ തേച്ചത്? ഇതിൽ ഗിഫ്റ്റ് ഇടാൻ പോകുന്നത് ആരാണ്? അപ്പൊ ഉദ്ദേശിച്ച ആള് വന്നു കഴിഞ്ഞാൽ ആരുടെ കുഴപ്പം സിസ്റ്റർ? ഒരു കയ്യടി വിട്ട് എന്താവും അറിയില്ല.
അന്ന് മൊത്തം മൈൻഡ് ഔട്ടായിരുന്നു. സാധാരണ നല്ല സൗഹൃദത്തിലൊക്കെ ഒരു പാട്ടൊക്കെ പാടിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ എത്രത്തോളം നല്ല കറക്ഷൻ കാണും ക്രിസ്റ്റ് പറഞ്ഞ് രണ്ടുപേരെയും കുഴപ്പമായിരിക്കും അതൊന്നും കുഴപ്പമില്ല. പകുതി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ചെയ്തത് മോശം വിചാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ്റെ കണക്ക് കിട്ടും. നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ നിങ്ങൾ തിരിച്ചറിയുക. ഓരോ കുട്ടികളിലും ഒളിഞ്ഞിരിക്കുന്ന കഴിയുന്ന കനൽ കഴിവ് പ്രചോദിപ്പിക്കുന്നതാകട്ടെ ഈ കലോത്സവം. ഇനി നന്ദി പറയുക എന്ന പദ്ധതിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിലെ അധ്യക്ഷ പദവി അലങ്കരിച്ച നമ്മുടെ പ്രിയപ്പെട്ട വിജയദോഷൻ ശ്രീ ലിജോ കുട്ടിക്കാടിന് കൃത്യമായി നന്ദി സമർപ്പിക്കുന്നു. നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക്, പ്രിയപ്പെട്ട HM, മറ്റു അധ്യാപികമാര്, PTA, വിദ്യാർത്ഥിനികൾ, അവർക്കൊക്കെ ഇപ്പൊ തന്ന കയ്യടിയല്ല കേട്ടോ. നമ്മുടെ സ്ഥലമേത ഞാൻ അങ്ങോട്ട് വരാം. നമ്മുടെ സ്ഥലമേത ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇത്തിരി വിശപ്പ് തോന്നിയ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറൂലേ? ഒട്ടുമിക്ക ഹോട്ടലിൽ കയറിയാൽ ഹിന്ദിയിൽ പറഞ്ഞാലേ ഭക്ഷണം കിട്ടുള്ളൂ. കാര്യം എന്താ? ശരി, നീ കുട്ടിയല്ല പറഞ്ഞ ഏറ്റവും കൂടുതൽ ഹോട്ടലിലൊക്കെ ഹിന്ദിക്കാരാണ് അല്ലേ? അതൊരു കയ്യടി വിളിക്ക് കൊടുത്തോളൂ കേട്ടോ. എവിടെ നോക്കിയാലും ഹിന്ദി സംസാരിക്കുന്ന ആളുകളുള്ളൂ അല്ലേ നമ്മുടെ നാട്ടിൽ. ഈ ഹിന്ദിക്കാര് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തിങ്ങിന്ന് അറിയണം. എന്താ കാരണം? മലയാളിയുടെ കൊണ്ടുവരാൻ പാകപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പൊ ഇവിടെ നടക്കുന്നതൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് എന്ത് കളയാം അല്ലേ? അപ്പൊ ഒന്ന് പരിചയപ്പെട്ടവരുടെ പേരൊന്ന് പറഞ്ഞ്. എത്രയല്ല പഠിക്കണേ? 5th. പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ഏതാ? മലയാളം. ഏത് സ്റ്റാൻഡേർഡ് പഠിക്കുന്നത്? 5th സ്റ്റാൻഡേർഡിൽ ഒട്ടുമിക്ക കുട്ടികളും പറയുന്നുണ്ട് കേട്ടോ, മലയാളം ഇത്തിരി ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. ഒട്ടും ഇയാൾ മാത്രമല്ല, അങ്ങനെ എല്ലാ കുട്ടികളും ഒരുപോലെ പറയണമെങ്കിൽ ഇയാളുടെ മാത്രം കുഴപ്പമല്ലത്. അത് മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറിനെ കൂടി കുഴപ്പമാണ് അല്ലേ? അച്ഛനമ്മ ആലോചിച്ചിട്ട് മതി, തിരക്കില്ല. അച്ഛനമ്മ അനിയൻ ചേട്ടൻ. ഒന്നുകൂടി ആലോചിച്ചു. ശരി, അതായത് നിഷ്കളങ്കതയുടെ മലയാളമാണ്. നമുക്ക് മലയാളത്തിൽ എളുപ്പമാണ് സംസാരിക്കാൻ. അതായത് നമ്മുടെയൊക്കെ രക്തത്തിൽ മലയാളം ഉണ്ടെന്ന് കവികൾ പാടി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? അമ്മിഞ്ഞപ്പാൽ തുള്ളികളായി നമ്മിലണിഞ്ഞു മലയാളം, അമ്മയിറക്കാൻ പാടിയ പാട്ടിൽ അൻപാണല്ലോ മലയാളം, അൻപാണല്ലോ മലയാളം. അതായത് അമ്മ അല്ലെങ്കിൽ ഉമ്മ ചെറുപ്പത്തിൽ നമുക്ക് ഉറങ്ങുവാൻ വേണ്ടി താരാട്ട് പാട്ട് പാടിത്തരും. നിങ്ങൾക്കൊക്കെ പാടി തന്നിട്ടുണ്ടോ? നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് പാടി തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ മൈക്കിൽ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ സഹായം ഇല്ലാതെ പാടാൻ പറ്റുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് വേദിയിലേക്ക് വേഗം വരും. ഈ ചിത്രം ഒന്ന് പൂർത്തിയാക്കാനാണ്. നമുക്ക് അല്ലാതെ പാട്ട് പാടുന്ന ഏതെങ്കിലും ഒരു കുട്ടി വേഗം വരും. ഈ ചിത്രം ഒന്ന് പൂർത്തിയാക്കാം. നമുക്ക് ആരോടെ പാട്ട് പാടാൻ കഴിവുള്ള നമ്മുടെ അപ്പോഴേ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചെയ്യുന്ന ഉത്സവമായിട്ട് മാറുള്ളൂ. വേഗം വാ. അതിനുശേഷം വാശിയേറിയ മത്സരങ്ങൾ നമുക്ക് ആരംഭിക്കാം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കു പടിഞ്ഞാറൻ മധ്യപ്രദേശിനും കിഴക്കൻ രാജസ്ഥാനും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദപാത്തി ദുർബലമായി. വരുന്ന മണിക്കൂറുകളിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത.
ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഈ മാസം 30 വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചാലക്കുടി ഗവൺമെന്റ് വനിതാ ITI വിവിധ ട്രേഡുകളുടെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓഫ്ലൈൻ അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ ഓഗസ്റ്റ് 2 മുൻപായി അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സ്ഥാപനത്തിലെത്തി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി 04-2700-816 8943053764 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ മേഖലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വികസനത്തിന്റെ നിർമ്മാണത്തിലേക്ക് ലോകത്തിന് തന്നെ മാതൃകയായി ദേശീയ തലത്തിലടക്കം നിരവധി അവാർഡുകൾ നേടിയ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ സന്യസ്തരെ അന്യായമായി തുറങ്കലിലടച്ച് എന്നാരോപിച്ച് ചാലക്കുടി സെന്റ് മേരീസ് ഫോർ ഒന്നപ്പള്ളി കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ടൗൺ ചുറ്റി പന്തംകുളത്തി പ്രകടനം നടത്തി. നാഷണൽ ഹൈവേയിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട ഗതാഗത തടസ്സങ്ങൾ ഉടൻ പരിഹരിക്കണമെന്ന് ചാലക്കുടി മർച്ചന്റ് അസോസിയേഷന്റെയും യൂത്ത് വിങ്ങിന്റെയും സംയുക്ത പൊതുയോഗം അധികാരികളോട് ആവശ്യപ്പെട്ടു. രാഷ്ട്രപിതാവിനെ EMS ആക്കി തൃശൂർ കോർപ്പറേഷൻ. കാടുകുറ്റി പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കും വികസന മുരടിപ്പിനുമെതിരെ ബുധനാഴ്ച കാടുകുറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. പരിയാരം പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ. കേരള വിഷന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ നശിപ്പിച്ചു. സംരക്ഷിത വനമേഖലകളിൽ വാണിജ്യ, സിനിമ, TV സീരിയൽ ഷൂട്ടിങ്ങിനുള്ള സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.